ഹലോ ചെങ്ങൈമര, അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ വിട്ടാൽ നമുക്ക് അങ്ങനെ ട്രെയിനിൽ കയറി ഇരിക്കാതെ സീറ്റ് ഉറപ്പിച്ച് കയറാനോ ഇല്ല. അപ്പോൾ ഇതിന് തീറ്റ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഓൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നും കളയരുത്. ഞാൻ അത്രയും മെനക്കെട്ടാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ട്രിപ്പ് കുറേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അതൊക്കെ ആയി വന്നത്. ഉറങ്ങി എണീച്ച് നോക്കുമ്പോൾ ചെറുക്കൻ വൈബ് ആസ്വദിച്ച് ചാടിച്ചിരിക്കണം. നമ്മളും ചായം കുടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സെറ്റാക്കി കേരളം കഴിഞ്ഞാൽ ദേശീയ ഭക്ഷണം ബടാപ്പാവ്. മഹാരാഷ്ട്ര അങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. അടവാലി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ട്രെയിൻ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരോട് ശ്രദ്ധിക്കുക, ഈ വണ്ടി ഓടാൻ പോവുകയാണ്. അടുത്ത പരിപാടി ബ്രെഡും പീനട്ടും ഒരു പിടിയും പിടിച്ച് പുറത്തുള്ള കാഴ്ച മക്കളെ. എന്താ വൈബ്! മഹാരാഷ്ട്രൻ്റെ പ്രത്യേകതയാണ് പ്രകൃതി കഞ്ഞി തുള്ളി നിൽക്കുന്ന സ്ഥലമാണ്. ഒരു ഷൈൻ ഇത്ര കഴിവുണ്ടെന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്താ ചിത്രം വരാം. രണ്ടാളും കറക്റ്റ് അതേമാതിരി വരച്ചിരിക്കണം. നല്ല പോലീസ് ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അയാളൊക്കെ നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. ഇതെന്താ രണ്ട് സന്യാസിമാരാണ് തോന്നുന്നത്. അവർ വിശ്വാസമായിരിക്കും. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ പറഞ്ഞ സ്റ്റോപ്പിൻ്റെ പേരാണ് കുർള. ഇനി മെട്രോ ട്രെയിൻ കയറി നേരല് പോകണം. ലോക്കൽ ട്രെയിനിൻ്റെ തിരക്ക് മക്കളെ അനുഭവിച്ച് തന്നെ അറിയണം. കിളി മാറി. ഫൈനലി നമ്മൾ സ്പോട്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. മറ്റേരാളിൽ എത്തണമെങ്കിൽ ഇനി ആകെ ഓപ്ഷൻ ഷെയർ ടാക്സിയാണ് ഉള്ളത്. ചാമ്പാനായി ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർക്കറിയില്ലല്ലോ ഏത് അടവും പഠിച്ച ടീമാണ് വരുന്നത്. നേരലിലെ ഗ്രാമീണ ചന്ത എന്ന് തോന്നുന്നു. പല വസ്തുക്കളും ഇവിടെ കാണാം. ഞണ്ടുകൾ, വളർത്തു മത്സ്യങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക വസ്തുക്കളും ഇവിടെ കാണാം. വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അമൽ ലോഡ്ജ് പിടിച്ചാലേ കരുതിയ പ്ലാനുകൾ നടക്കുള്ളൂ. അതിനുവേണ്ടി ആദ്യം ഷെയർ ടാക്സി ഞങ്ങൾ തപ്പി തുടങ്ങി. അമൽ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റേരാളിലെ ഒരു ചെറിയ ടൗൺ എന്ന് പറയാം. ടോയ് ട്രെയിൻ ഹോം സ്റ്റേ ഉള്ളത് അമൽ ലോഡ്ജിലാണ്. അങ്ങനെ ഒരു ടംബോവാൻ സെറ്റായി ഓരോരുത്തർക്ക് 100 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് കുന്നുകളും മലകളും താണ്ടി ഞങ്ങളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ അടുത്ത പാർട്ട് 2 വീഡിയോയിൽ കാണാം.